എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മുട്ടക്കറിയല്ല, ഇച്ചിരി റിച്ച് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റിയാണ്. നമുക്കധികം വഴറ്റിയൊന്നും സമയം കളയാണ്ട് തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഞാൻ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നെയ്യും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക, 2 പട്ട, 2 ഗ്രാമ്പു, ഒരു ചെറിയ സ്റ്റാറില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ 2 സവാള സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക. സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ വഴറ്റി സമയം കളയേണ്ടാവുന്ന നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിൽ പൊടികളൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരു 5 പച്ചമുളക് എരിവിനായിട്ട് അതും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ വെള്ളം ഒഴിച്ചതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് ഒരു 10-15 കാഷ്യൂ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് അത് മാറ്റി വെക്കണേ. ചൂടുവെള്ളത്തിൽ കുതിർന്നാൽ പെട്ടെന്ന് തന്നെ കാഷ്യൂ അരഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ സവാള നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ കളറൊന്നും മാറി ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് സവാള സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ആ പൊടികളൊന്ന് ചൂടായി വരണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു പകുതി തക്കാളി, വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ തന്നെയാണ് കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി അരിഞ്ഞിട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോഴത്തേക്കും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാകും. പിന്നെ നമ്മൾ കശുവണ്ടി നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കണം. പിന്നെ നല്ല കുറുകിയ തേങ്ങാപ്പാൽ, അതും ഒരു അരമുറി തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ അധികം വെള്ളം ചേർക്കാതെ അരച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറും കൂടി കഴുകി ഇട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് തിളക്കാൻ സമ്മതിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ പാല് ഒഴിച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. പിന്നെ മുട്ട പുഴുങ്ങിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഉപ്പ് നോക്കണം, ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് താളിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഉള്ളി, വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.